ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ എൻ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ ഇത് ഒരു ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ള ഒരു മെഷറാണ്. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് എ ഗിവൺ ടൈം. സോ ആ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞത് ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ പോപ്പുലേഷൻ സൈസായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെഷർ. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ചില കേസുകളിൽ ഈ ടോട്ടൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നത് മീനിങ്ലെസ് അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ചില കേസുകളിൽ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ നമുക്ക് ടോട്ടൽ നമ്പർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനോ കൺസിഡർ ചെയ്യാനോ പറ്റില്ല. അത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരുപക്ഷെ വളരെയധികം മീനിങ്ലെസ് ആവാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഡിഫിക്കൽട്ട് ആവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ചില കേസുകളിൽ നോക്കുകയാണെങ്കിൽ മീനിങ്ലെസ് ആണ്. ഫോർ എക്സാമ്പിൾ 200 പാർത്തീനിയം പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഗ്രാസ് ആണ് പാർത്തീനിയം. സോ 200 പാർത്തീനിയം പ്ലാന്റ്സ് അഥവാ ക്യാരറ്റ് ഗ്രാസ് അതും അതുപോലെ ഒരു സിംഗിൾ ഹ്യൂജ് ബനിയൻ ട്രീയും ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഫോറസ്റ്റ് ഏരിയയിൽ 200 പാർത്തീനിയം പ്ലാന്റ്സും ഒറ്റ ഒരു വലിയ ഒരു ബനിയൻ ട്രീ വലിയൊരു കനോപ്പിയൊക്കെ ഉള്ള ഒരുപാട് വിസ്താരമുള്ള കനോപ്പി പോലെ പടർന്നു പന്തലിച്ച ഒരു ബനിയൻ ട്രീ ഒരു ഒറ്റ ആൽമരവും 200 പാർത്തീനിയം പ്ലാന്റ്സ് അഥവാ ക്യാരറ്റ് ഗ്രാസും ഉണ്ടെന്ന് വിചാരിക്കാം ഒരു ഫോറസ്റ്റ് ഏരിയയിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരൊറ്റ സിംഗിൾ ഹ്യൂജ് ആയിട്ടുള്ള ബനിയൻ ട്രീയും എന്നാൽ 200 പാർത്തീനിയം പ്ലാന്റ്സുമാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ബനിയൻ ട്രീയുടെ നമ്പർ വളരെയധികം കുറവ്. ഒറ്റ ബനിയൻ ട്രീയും എന്നാൽ നമ്പർ കൂടുതലാർക്കാണ് പാർത്തീനിയം പ്ലാന്റ്സുമാണ്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ നോക്കുകയാണെങ്കിൽ ബനിയൻ ട്രീ വളരെ ലോവും പോപ്പുലേഷൻ ഡെൻസിറ്റി ബനിയൻ ട്രീയുടെ വളരെ കുറവും എന്നാൽ പാർത്തീനിയം പ്ലാന്റ്സിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുമാണ്. നമ്പർ വൈസ് ടോട്ടൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്നാൽ അത് തികച്ചും മീനിങ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ ബനിയൻ ട്രീ തരുന്ന ആ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ബനിയൻ ട്രീയുടെ റോള് ക്യാരറ്റ് ഗ്രാസിനേക്കാളും തീർച്ചയായിട്ടും കൂടുതലാണ്. സോ മോർ റോൾ ആർക്കാണുള്ളത് ഒരൊറ്റ ബനിയൻ ട്രീ ആണ്. അത് ഒരെണ്ണമാണെങ്കിൽ കൂടിയും ആ ബനിയൻ ട്രീയുടെ റോളാണ് നമ്മുടെ ഇക്കോളജിക്കലി കൂടുതലായിട്ടുള്ള റോള്. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ റോൾ ആർക്കാണുള്ളത് ബനിയൻ ട്രീക്കാണ് കമ്പയറിങ് ടു നമ്മുടെ പാർത്തീനിയം പ്ലാന്റ്സ്. സോ അങ്ങനത്തെ കേസിൽ വെറുതെ ഒരു ടോട്ടൽ നമ്പർ വെച്ചിട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത് തികച്ചും ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അത് പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യേണ്ടത്? അവിടെ പെർസെൻറ്റേജ് ഓഫ് കവർ അല്ലെങ്കിൽ ബയോമാസ് എത്രമാത്രം ഏരിയ കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രത്തോളം ബയോമാസ് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു മീനിങ് മെഷർ ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിട്ട് മാറുള്ളൂ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ബനിയൻ ട്രീ ആണ് കൂടുതൽ റോള് കമ്മ്യൂണിറ്റിക്ക് നൽകുന്നത്. അങ്ങനത്തെ കേസിൽ പാർത്തീനിയത്തെക്കാളും ഏറ്റവും കൂടുതൽ റോള് തീർച്ചയായിട്ടും ബനിയൻ ട്രീ ആണ് നമ്മുടെ ഇക്കോളജിക്കൽ കമ്മ്യൂണിറ്റിക്ക് തരുന്നത്. സോ അവിടെ എത്ര പെർസെൻറ്റേജ് ഓഫ് കവർ അല്ലെങ്കിൽ എത്ര ബയോമാസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ? പാർത്തീനിയത്തിനേക്കാളും കൂടുതൽ ആർക്കാണ്? സിംഗിൾ ആയിട്ടുള്ള ഒരൊറ്റ ഹ്യൂജ് ബനിയൻ ട്രീക്ക് തന്നെയാണ് കൂടുതൽ ബയോമാസ് അഥവാ പെർസെൻറ്റേജ് ഓഫ് കവർ വരുന്നത്. ആ രീതിയിൽ നോക്കുമ്പോഴാണ് അതൊരു മീനിങ് മെഷർ ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആവുള്ളൂ. സോ എല്ലാ കേസിലും ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വെച്ച് പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ സാധ്യമല്ല. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ, പോപ്പുലേഷൻ സൈസ് വളരെയധികം കൂടുതലാണെങ്കിൽ വളരെ ഹ്യൂജ് ആണെന്നുണ്ടെങ്കിൽ വളരെ ലാർജ് ആയിട്ടുള്ള പോപ്പുലേഷൻ സൈസ് ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ ടോട്ടൽ നമ്പർ മെഷർ ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് വലിയൊരു പോപ്പുലേഷൻ സൈസ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് അഥവാ ഹ്യൂജ് പോപ്പുലേഷൻ സൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സിമ്പിളായിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ഈസിലി മെഷേർഡ് ഇഫ് ദ പോപ്പുലേഷൻ സൈസ് ഈസ് ഹ്യൂജ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലബോറട്ടറി കൾച്ചർ ഓഫ് ബാക്ടീരിയ.
നമ്മുടെ ലാബിൽ നമ്മളൊരു ബാക്ടീരിയൽ കൾച്ചർ നടത്തുകയാണെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയൽ കോളനികളെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ഡെൻസ് ലബോറട്ടറി കൾച്ചർ ഓഫ് ബാക്ടീരിയയിൽ നമുക്ക് അതിനെ മെഷർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് 1 by 1 ഓരോ ബാക്ടീരിയനെയും എണ്ണാൻ നമുക്ക് സാധിക്കില്ല. അവിടെ നമുക്ക് ഏറ്റവും ഈസി മെത്തേഡ് അവിടെ നമ്പർ ഓഫ് കോളനീസ് പെട്രി ഡിഷിൽ എത്രയുണ്ടെന്ന് മാത്രം എണ്ണുക എന്നുള്ളതാണ്. സോ ഈ കൾച്ചർ ഓഫ് ബാക്ടീരിയ വളരെ കൂടുതലായതുകൊണ്ട്, അത്ര ഹ്യൂജ് ആയതുകൊണ്ട് അവിടെ നമുക്ക് പോപ്പുലേഷൻ ടോട്ടൽ നമ്പർ വെച്ച് ഈസിലി മെഷർ ചെയ്യാൻ സാധിക്കില്ല. ടോട്ടൽ ഓരോന്നിനെയും കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെയും പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ ടോട്ടൽ നമ്പർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയില്ല. ഇനി ഒരു ഇക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സോ ഇക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡീസിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ അബ്സല്യൂട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. അവിടെ യൂസ് ചെയ്യുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. സോ ഇക്കോളജിക്കൽ സ്റ്റഡീസിൽ നമുക്ക് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ടോട്ടൽ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അതിനൊരു എക്സാമ്പിൾ നോക്കാം. നമ്പർ ഓഫ് ഫിഷ് കോട്ട് or trap, that is a measure of population density in a lake. ആ ഒരു ലേക്കിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഫിഷിനെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് എത്രത്തോളം അതിൽ ട്രാപ്പിൽ വരുന്നുണ്ടോ, അതാണ് ആ ലേക്കിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാണ്ട് ആ ലേക്കിലെ എല്ലാ ഫിഷിനെയും നമുക്ക് ടോട്ടൽ നമ്പർ എടുത്ത് അവിടുത്തെ ആ ഫിഷിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആബ്സല്യൂട്ട് ഡെൻസിറ്റി അല്ല മെഷർ ചെയ്യുക, റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. എങ്ങനെ റിലേറ്റീവ്? അവിടെ ഓരോ വട്ടം നമ്മൾ അതിന് ഫിഷിനെ ക്യാച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ഫിഷിനെ നമുക്ക് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ട്രാപ്പ് ആവുന്നുണ്ടോ, അതാണ് ആ ലേക്കിലെ ഒരു മെഷർമെൻറ്റ്, ഫിഷിൻ്റെ മെഷർമെൻറ്റ്. എന്തിൻ്റെ മെഷർമെൻറ്റ് ഉദ്ദേശിക്കുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്ക്. അതൊരു ആബ്സല്യൂട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ല, റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. എത്രത്തോളം ഫിഷിനെ നമുക്ക് അതിൽ നിന്ന് കോട്ട് ചെയ്യാനോ ട്രാപ്പ് ചെയ്യാനോ പറ്റുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ ലേക്കിൽ എത്രത്തോളം ഫിഷ് ഉണ്ടായിരിക്കും എന്നൊരു റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആബ്സല്യൂട്ടായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഫിഷ് നമുക്ക് ആ ലേക്കിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സോ ഇവിടെയൊക്കെ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് നമുക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി അതുപോലെ തന്നെ പോപ്പുലേഷൻ സൈസ് ചില സമയത്തൊക്കെ ഇൻഡയറക്ട്ലി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. സോ രണ്ട് തരത്തിൽ പോപ്പുലേഷൻ, ഒന്നുകിൽ അബ്സല്യൂട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി. എല്ലാ കേസിലും നമുക്ക് ആബ്സല്യൂട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഡെൻസ് ആയിട്ടുള്ള ലബോറട്ടറി കൾച്ചർ ഓഫ് ബാക്ടീരിയയിലാണെങ്കിൽ അവിടെ ആ ഓരോ പോപ്പുലേഷൻ എത്ര ബാക്ടീരിയ ഉണ്ടെന്ന് നമുക്ക് നമ്പർ വൈസ്, ടോട്ടൽ നമ്പർ വൈസ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്പർ ഓഫ് കോളനീസ് ഇൻ എ പെട്രി ഡിഷ്, ഒരു പെട്രി ഡിഷിൽ കാണുന്ന എത്ര കോളനീസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് നമുക്ക് പറ്റുക. അതാണ് നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. സോ അതുപോലെ പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ചില കേസിലൊക്കെ നമുക്ക് ഇൻഡയറക്ട്ലി എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. ഡയറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഫിസിക്കൽ പ്രസൻസ് വെച്ച് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇൻഡയറക്ട്ലി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും പോപ്പുലേഷൻ സൈസ് അഥവാ ഡെൻസിറ്റി. സോ അവിടെയൊക്കെ അബ്സല്യൂട്ട് ഡെൻസിറ്റി അല്ല, പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ല, നമ്മളെന്താ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് പോപ്പുലേഷൻ അബ്സല്യൂട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ ടോട്ടൽ നമ്പറിന് പകരം റിലേറ്റീവ് ആയിട്ടുള്ള ഡെൻസിറ്റിയാണ് നമ്മൾ ആ പോപ്പുലേഷൻ സൈസിനെ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യണമെന്ന് നോക്കാം. എക്സാമ്പിൾ, സെൻസസ് ഇൻ അവർ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ്. സോ ടൈഗർ റിസർവ് സെൻറ്ററുകളിലും അതുപോലെ നാഷണൽ പാർക്കിലും നമ്മൾ സെൻസസ് എടുക്കുമ്പോൾ അവിടെ ഓരോ ഈ പറഞ്ഞ ആനിമലിനെയും നമുക്ക് ഡയറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല. സോ അവിടെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇൻഡയറക്ട്ലി എസ്റ്റിമേറ്റ് ചെയ്യാണ് എന്ത് പോപ്പുലേഷൻ സൈസിനെ. സോ സെൻസസ് ഇൻ അവർ നാഷണൽ പാർക്ക്, നമ്മുടെ നാഷണൽ പാർക്കുകളിലും അല്ലെങ്കിൽ ടൈഗർ റിസർവുകളിലും ഒക്കെ നമ്മൾ ഇതിൻ്റെ ടൈഗറിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ നമ്പർ അല്ലെങ്കിൽ പോപ്പുലേഷൻ സൈസ് ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ത്രൂ പഗ് മാർക്ക്. ഇൻഡയറക്റ്റ്, ഡയറക്റ്റ് നമുക്ക് അവരെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ പഗ് മാർക്ക്, അവരുടെ ആനിമൽസിൻ്റെ കാൽപ്പാടുകൾ, ആനിമൽസിൻ്റെ ഫുഡ് പ്രിൻറ്റുകൾ വെച്ചിട്ട് ആ ഓരോ ആനിമൽസിൻ്റെയും ഈ പറഞ്ഞ ഫുഡ് പ്രിൻറ്റ് അഥവാ കാൽപ്പാടുകൾ, എസ്പെഷ്യലി ടൈഗർ റിസർവിലൊക്കെ അതിൻ്റെ ആനിമൽ ഫുഡ് പ്രിൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കാൽപ്പാടുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫീക്കൽ പെല്ലറ്റ്, അതിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റുകൾ കണ്ടിട്ട് അത് നോക്കിയിട്ടാണ് നമുക്ക് ഇവരെ
മെഷർ ചെയ്യാൻ. ഇവരെ എത്രത്തോളം ഈ പറഞ്ഞ ടൈഗറിൻ്റെയും ഇതുപോലത്തെ അനിമൽസിൻ്റെയും നമ്പർ അവിടെ ഈ പറഞ്ഞ നാഷണൽ പാർക്കിലും ടൈഗർ റിസർവിലും ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് റിലേറ്റീവ് ആയിട്ടുള്ളൊരു ഡെൻസിറ്റി. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഡയറക്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ ആ അനിമൽസിൻ്റെ ഫുഡ് പ്രിൻറ്റുകൾ, പഗ് മാർക്കായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫീക്കൽ പെല്ലറ്റും, അത് കൗണ്ട് ചെയ്തിട്ടും അതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് എത്രത്തോളം ഈ പറഞ്ഞ അനിമൽസിൻ്റെ ഡെൻസിറ്റി അവിടെ ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് ലാസ്റ്റ് വൺ, നമ്മുടെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ടിൻ്റെ അവസാനത്തെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ അവസാനത്തെ ഗുണവിശേഷമാണ് പോപ്പുലേഷൻ സൈസ്. സോ പോപ്പുലേഷൻ സൈസിൽ നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി പറഞ്ഞു. പോപ്പുലേഷൻ ഡെൻസിറ്റി ഓരോ കേസിലും ഓരോ തരത്തിലാണ് നമ്മൾ മെഷർ ചെയ്യുക. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ടൈം ടു ടൈം അല്ലെങ്കിൽ പ്ലേസ് ടു പ്ലേസ് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സമയത്തിനനുസരിച്ച് പോപ്പുലേഷൻ ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കും. ഇതൊരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് കാണുന്ന ഒരു സംഭവമല്ല ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ പോപ്പുലേഷൻ സൈസ്. സോ പോപ്പുലേഷൻ സൈസ് മാത്രമല്ല, ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോപ്പുലേഷൻ സൈസ്, ഇത് നാലുമാണ് പോപ്പുലേഷൻ്റെ 4 ഗുണവിശേഷങ്ങൾ അഥവാ ആട്രിബ്യൂട്ടുകൾ.